ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേക്കും സ്വാഗതം. പലപ്പോഴും നമ്മളെ വണ്ടിയിലൊക്കെ, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇന്നോവ, ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഇന്നോവയുടെ ഒരു സംഭവമാണ്. ഇപ്പം അതിൻ്റെയൊക്കെ ഇന്നോവയുടെ ആണെങ്കിലും ചിലപ്പം സ്കോർപ്പിയോയുടെ ആണെങ്കിലും ഒക്കെ പല വണ്ടികളുടെയും റേഡിയേറ്റർ ടാങ്ക് വരുന്നത് ഫൈബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പോ ആയിരിക്കും. കുറേ നാൾ, അതായത് വർഷങ്ങളോളം ഇത് ചൂടായും തണുത്തും ആ ഒരു പ്രോസസ്സിങ്ങിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫൈബറിൻ്റെ ശേഷി നഷ്ടപ്പെട്ടിട്ട് നമ്മളെ കാർബോർഡൊക്കെ ഇല്ലേ, അത് കുതിർന്ന് പൊട്ടി നടക്കും. അല്ലെങ്കിൽ കാർബോർഡൊക്കെ നനഞ്ഞിട്ട് പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ പൊടിഞ്ഞു വരത്തില്ലേ, അത് നമുക്ക് പൊടിഞ്ഞു വരാറുണ്ട്. പല മെക്കാനിക്കുകൾക്കും, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള പല മെക്കാനിക്കുകൾക്കും കസ്റ്റമറിനോട് ചിലപ്പം വഴക്കൂടേണ്ടി വരുന്നയോ അല്ലെങ്കിൽ കസ്റ്റമറോട് സംസാരിക്കേണ്ടി വരികയോ കസ്റ്റമറോട് പിണങ്ങേണ്ടി വരികയോ ഒരു സാഹചര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാര്യം വെച്ചാൽ ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും. ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പം നമ്മൾ ഇളക്കാൻ നേരത്ത് പൊടിഞ്ഞു വന്നതാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ കുറേ നാളത്തെ കാലപ്പഴക്കം വരാൻ നേരത്ത് ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരും. അത് കണക്ക് തന്നെ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു വൈറ്റ് ഷെയ്ഡ് അടിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ഷെയ്ഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കാർബോർഡ് പൊടിയുന്ന കണക്ക് പൊടിഞ്ഞു വരുന്നതാണ്. സാധാരണഗതിയിൽ ഇപ്പം കസ്റ്റമറിനെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അവർ നോക്കുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവരുന്നത് വരെ അല്ലെങ്കിൽ ഇത് ഇളക്കുന്നത് വരെയും പ്രത്യേകിച്ച് ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല, പൊട്ടിയിട്ടോ ഒന്നും പ്രശ്നങ്ങളോ ലീക്കോ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ പൊട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഉടമസ്ഥനും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു വരാം. പക്ഷേ ഇതിലെ സത്യാവസ്ഥ ഇതാണ്. ഇതിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മളെ കൂട്ടത്തിലുള്ള മെക്കാനിക് സഹോദരങ്ങൾക്ക് പലർക്കും വന്നിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമുക്കിനി ഇതിപ്പം എങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ. ഇതിപ്പം സാധാരണഗതിയിൽ പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ ഇത് മൊത്തത്തിൽ മാറേണ്ട ഒരു സാഹചര്യമൊക്കെ വരുമായിരുന്നു. കാര്യം വെച്ചാൽ ഇത് ഫൈബറാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല, ഒട്ടിക്കാനോ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇരുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു പൈപ്പ് വെച്ച് അഡ്ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് മോൾഡിങ് ഒന്നും ചെയ്തെടുക്കുന്നതായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്ക്, അതായത് ഈ മുകളിൽ വരുന്ന ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ഈ ഒരു ടാങ്ക് ഇതേ കണക്ക് തന്നെ വാങ്ങി മാറാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വാഹനത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ടാങ്കുകൾ, അപ്പർ ടാങ്കോ ലോവർ ടാങ്കോ, ഏതെങ്കിലും കൂളിംഗ് ടാങ്കുകൾ ഡാമേജ് ആവുകയോ പൊട്ടിയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. റിപ്പയർ ചെയ്യാന്നല്ല, റീപ്ലേസ്മെൻ്റ് ആണ്, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഒറിജിനൽ സാധനം ഇടുന്ന പോലെ തന്നെ അതിനൊക്കെ പക്കായിട്ടിരുന്നോളും, ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ നമ്മളെ ഷോപ്പ് വന്നിട്ട് മേവറം ജംഗ്ഷനിലായിട്ടാണ്. ഇദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സുൽത്താൻ റേഡിയേറ്റർ വർക്ക്സ് എന്നാണ്. ഇതാണ് നമ്മുടെ താരം. ഹായ്, എല്ലാ റേഡിയേറ്ററിനും ജീവൻ വെപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളെ റേഡിയേറ്റർ ഇതോ വരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ലിയാഖത്ത് അലീക്ക, സുൽത്താൻ റേഡിയേറ്ററിൻ്റെ പ്രൊപ്പറേറ്റർ കം മെക്കാനിക് കം ഓണർ കം എല്ലാം അല്ലേ. ഇതാണ് നമ്മളെ റേഡിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗം പൊട്ടിപ്പോയതാണ്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? കാര്യം മിക്ക മെക്കാനിക്കുകൾക്കും കസ്റ്റമറുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്തോ സംഭവം എന്നുള്ളത് വിശദമായിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് എന്ന് പറയുന്നത് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ഈ മുകളിലത്തെ ടോപ്പ്, ഈ ഫൈബർ എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായി കുറച്ച് നാൾ വണ്ടി ഓടിക്കഴിഞ്ഞ് അതിൻ്റെ പ്രഷറും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത് പേപ്പർ പൊടിയുന്നത് പോലെ പൊടിയും. നമ്മളെ കാർബോർഡ് പോകുന്ന പോലെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പൊടിഞ്ഞു പോകും. ഇക്കാലത്ത് വരുന്ന മെക്കാനിക്കുകൾക്കൊക്കെ മിക്കവാറും കസ്റ്റമറുമായിട്ട് ഒരു കച്ചറയൊക്കെയായിട്ടായിരിക്കും മിക്കവാറും ഒക്കെ ഒടിഞ്ഞു പോകുന്നത് ഈ സാധനം. അതെ, ഇത് മിക്കവാറും ഇത് ഒടിഞ്ഞു പോകും. ഇത് ഒടിഞ്ഞു പോയാലും വിഷയമാണ് ഈ ടോപ്പ് കംപ്ലീറ്റ്. അതുപോലെ തന്നെയാണ് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെന്ന് പറയുന്നത് ആ ഓസ് നമ്മുടെ എഞ്ചിനിലോട്ട് വന്നിരിക്കുന്ന നല്ല ടൈറ്റ് ആയിട്ടുള്ളതാണ്. അത് ഊരിയെടുക്കുന്ന സമയത്ത് ഈ സാധനം പൊടിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും മെക്കാനിക്കുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഊരിയെടുക്കുമ്പോൾ അത് അറിയാനും പറ്റത്തില്ല ഇത് പൊടിയോ ഇല്ലയോ എന്നുള്ളത്. പൊടിഞ്ഞാലേ അറിയാനും പറ്റുമോ. തീർച്ചയായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് ഇളക്കിയെടുക്കാനുള്ള പരിപാടി നോക്കണം. അധികം ഇതിനകത്ത് അറിയാൻ പറ്റത്തില്ലല്ലോ മുൻകൂർ. ഇതിപ്പോൾ നമ്മൾ തന്നെ ഇളക്കാൻ നേരത്ത് ഇത്രയും ഭാഗം ഇളക്കി പൊടിഞ്ഞു പോയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇളക്കുമ്പോൾ സൂക്ഷിക്കുക. ആദ്യമേ തന്നെ കസ്റ്റമറോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ച ശേഷം മാത്രം ഇളക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ടുള്ള സമയങ്ങളിലുള്ള റേഡിയേറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക് അല്ല. ഇത് ഇപ്പോഴാണ് ഈ ഫൈബറിൻ്റെ റേഡിയേറ്റർ ഇറങ്ങാൻ തുടങ്ങിയത്. അതിന് മുമ്പായിട്ട് ഈ കാണുന്ന റേഡിയേറ്ററുകളുണ്ടോ, ഇതെന്ന് പറയുന്നത് ഈയത്തിൻ്റെതാണ്. കാരണം കുറച്ച് പഴയ ആൾക്കാരൊക്കെ ഇത് ചെയ്ത് പഠിക്കുന്നുണ്ട്. കാരണം ഈ ഇളക്കി കഴിഞ്ഞിട്ടാണ് ഈ സാധാരണ ഈ ടോപ്പ് ഇളക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഒരുവിധം എല്ലാ വണ്ടികൾക്കും, തുച്ഛമായ വണ്ടികൾക്ക് മാത്രമേ ഈ ഒരു റേഡിയേറ്റർ ഉള്ളൂ. ബാക്കി എല്ലാ വണ്ടികൾക്കും ഇതുപോലെ ടോപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടവും, അതായത് മുകളിലത്തെ ടോപ്പ് എന്നാണ്, താഴത്തത് ബോട്ടം എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ ഇതിനും പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ റേഡിയേറ്ററുകളുടെയും പ്ലാസ്റ്റിക്കുകൾ കിട്ടാറുണ്ട്. ഏത് വണ്ടിയുടെ ആണെങ്കിൽ പോലും ഏത് വണ്ടിക്കും നമുക്ക് അതിൻ്റെ ടോപ്പും ബോട്ടവും കിട്ടാറുണ്ട്. ഇതിപ്പം എയ്സിൻ്റെത് അത് മുതൽ ഒരുവിധം എല്ലാ വണ്ടികളുടെയും ടോപ്പും ബോട്ടവും കിട്ടുന്നുണ്ട്. പണ്ടാണെങ്കിൽ അങ്ങനല്ല, നമ്മൾ ടോപ്പും ബോട്ടവും
നമ്മൾ ടോപ്പ് ബോട്ടോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പുതുതായിട്ട് റേഡിയേറ്റർ മാറും, അല്ലെന്നുണ്ടെങ്കിൽ പഴയത് വാങ്ങും. ഇപ്പോൾ അതല്ല, എല്ലാ വണ്ടികളുടേത് ടോപ്പും ബോട്ടവും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇളക്കുന്ന ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റേഡിയേറ്റർ ഇളക്കുന്നതിന് പ്രത്യേകമായിട്ട് അതിന് ഒരു ടൂൾസൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 16 വർഷം ഗൾഫിലായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ 2012 മുതൽ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ടൂള് കണ്ടോ. ഇത് നമ്മൾ ഇതിന് വേണ്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. കാരണം ഇത് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ പിന്ന് ഒടിഞ്ഞു പോവില്ല. കാരണം നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന പിന്ന് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം സ്ക്രൂ ഡ്രൈവർ വെച്ചോ മറ്റേതെങ്കിലും വെച്ച് ഇത് ഇളക്കുകയാണെങ്കിൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇതാണെങ്കിൽ അത് ഒടിഞ്ഞു പോവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ റേഡിയേറ്ററിൻ്റെ സൈഡ് ബ്രാക്കറ്റ് ഇളക്കണം. ഓക്കെ, നമുക്കതിലേക്ക് പോവാം. ചില സമയങ്ങളിൽ ഇത് ഇളകാതെ വരും. ഈ നെട്ട് ഇളകിയാലും ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ബോൾട്ട് ഇത് കണ്ടോ, അകത്തിരിക്കുന്ന സ്ക്വയർ പോലുള്ളത്, അത് നല്ല പിടുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലത് നമ്മളെ കൈക്ക് ഇളകാതെ വരുന്ന സാധനമുണ്ട്. അത് ഇതുണ്ടോ ശ്രദ്ധിക്കുക, അത് ഇതുണ്ടോ, ഇത് എന്തായാലും ഇളകി വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കറക്റ്റായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഈ നെട്ട് ഊരി സൂക്ഷിക്കുക. അതല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഇതേ സൈസ് കിട്ടത്തില്ല, സെയിം നെട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അത് ഇളക്കി മാറ്റുക. അപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളതിലും അവർ ഏതാണ്ട് നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും ഇളക്കി മാറ്റുക. ഇത് ഇളക്കുന്നത് വളരെ ശ്രദ്ധിക്കണം, കൂടുതലായി പോരുത്. അത് തിരിച്ച് നമ്മൾ മടക്കുമ്പോൾ ഒരു വിഷയം വരും. അത് അതെ, ആരും അനുകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 8ന്റെ പണിയിട്ടുള്ള സാധ്യത ഉണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് തിരിച്ചിടാൻ നേരത്ത് പണിയിട്ട് ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ മുകളിലാണ് ഇത്ര സ്പീഡിലൊക്കെ ഇത് ഇളക്കുന്നത്. ഇതൊരു പരിധി കൂടുതൽ നമ്മൾ വലിച്ചു പിടിച്ച് ഇളക്കുകയാണെങ്കിൽ പിന്നീട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെടും. അതെ, തീർച്ചയായിട്ടും. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇത് നമ്മൾ ഇളക്കുമ്പോൾ വളരെ കെയറായിട്ട് ഇളക്കണം. ഇപ്പം ഞാനത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 16 വർഷം ഗൾഫിലും പിന്നെ ഏകദേശം ഒരു 10 വർഷത്തോളം ഇപ്പം നമ്മളെ നാട്ടിലും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നൊക്കെ ഏകദേശം ഇളക്കിയതാ. നമ്മളിനി ടോപ്പ് ഇതായിട്ട് ഇളക്കി മാറ്റി. ഈ ഇളക്കി മാറ്റി ഇത് 2 ലെയറാണ്. ഈ വന്നിരിക്കുന്നത് 2 ലെയറാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഭാഗം ഒരു പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി മുന്നോട്ട് പോവാം. പുതിയ ടോപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഈ റേഡിയേറ്റർ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് മോൾ ഭാഗം നമ്മളിപ്പോൾ ടോപ്പ് മാറുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് ബ്രഷിട്ട് പിടിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യാം. അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. ഒരിച്ചിരി വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പോഴേ നമുക്ക് ആദ്യം ബ്രഷിട്ട് നന്നായി ഒന്ന് പിടിക്കാം. ഓക്കെ, നോക്കുക. നമ്മൾ ഈ ബ്രഷിട്ട് പിടിക്കുമ്പോൾ തന്നെ അതിലെ അഴുക്കുകൾ ഇത് കണ്ടോ, ഇത് ക്ലീനായി വരുന്നതുണ്ടോ. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഈ റബ്ബർ നമ്മൾ ഇളക്കി മാറ്റണം. കാരണം ഇപ്പോഴത്തന്നെ അത് ലൂസായിട്ടുണ്ട്. ഈ റബ്ബർ ആദ്യമേ തന്നെ ഇളക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ നന്നായി ബ്രഷ് ഉപയോഗിച്ച് ഇത് കണ്ടോ നന്നായി വിളക്കുന്നതുണ്ടോ, ഇതിലിരിക്കുന്ന അഴുക്കാണിത്. ഈ റേഡിയേറ്ററിൻ്റെ അടവും മുകളിൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതുകൂടെ മാറും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അഴുക്കും പോവും. അപ്പോൾ അത് നമ്മൾ ആ അഴുക്ക് പോയതിന് ശേഷം മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ നോക്കാവുള്ളൂ. കാരണം പിന്നെ ഒന്നുകൂടെ ഇളക്കുന്നത് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ പറയും ക്ലീൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം തന്നാൽ മതി എന്ന് പറയും. എന്നാലും അതല്ല, ഇത് എയർ പ്രഷർ വെച്ച് ഇതിനകത്ത് വെള്ളത്തിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ റേഡിയേറ്ററിൽ ഹോൾ വിടാൻ ചാൻസ് ഉണ്ട്. കാരണം പഴക്കം കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് മതിയാവും. ഓരോ സെല്ലിൽ നിന്ന് അഥവാ ഏതെങ്കിലും ഒരു സെല്ല് അടവുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കും. ഇതാണ്ട, ഇത് അടവാണ്. ഈ സെല്ല് ശ്രദ്ധിച്ചോണം. ഈ സെല്ല് അടവാണ്. അപ്പോൾ അങ്ങനെയുള്ള സെല്ലുകൾ ഇതാണ്ട ഇവിടെ ഇതേപോലെ ഒരു സെല്ല് അടവാണ്. കണ്ടോ, ശ്രദ്ധിക്കാം. ഇങ്ങനൊരു ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ റേഡിയേറ്ററിൽ നോക്കുക. എവിടെയെങ്കിലും ഈ വളഞ്ഞിരിക്കുന്ന സൈഡായിരുന്നാണ്
നമുക്കിതുപോലെ അടഞ്ഞിരിക്കുന്നെങ്കിൽ അതിലിട്ട് കുത്താൻ ശ്രമിക്കരുത്, റേഡിയേറ്റർ ലീക്കാവും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ആ ഒരു പൈപ്പ് നമുക്കൊന്ന് കുത്തി നോക്കാം. ഓക്കെ, അതിന് നമുക്ക് സൈസാവുന്ന ഒരു ഇതാണ്ട് ഇത് നമ്മളെ വയറിങ്ങുകാർ ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. കണ്ടോ? അതെ, ഇത് വയറിങ്ങുകാർ പുള്ളർ, അവരുടെ ഹാൻഡ് ഇതിൻ്റെ നമ്മളെ വയറിങ് പുള്ളറാണിത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കത് ലേശം പതുക്കെയാണ് ചെയ്യേണ്ടത്, കൂടുതൽ ബലം പിടിക്കാതിരിക്കുക. അഥവാ അങ്ങനെ നല്ലോണം കടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളത് കുത്തി ഓപ്പൺ ആക്കാൻ ശ്രമിക്കരുത്. ഇത് കണ്ടോ, അതാ നൈസായിട്ടൊന്ന് കുത്തിയാൽ മതി. അത് ആ ടൂളർ ഇത് ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ പൈപ്പ് ഓപ്പണായി കണ്ടോ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതാ ഇവിടെയും ഒരു പൈപ്പ് നമ്മൾ കണ്ടത്, അത് അടഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ടേ ചെയ്യാവുള്ളൂ, വലിയ ആവേശം കാണിച്ച് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ കണ്ടോ നൈസായിട്ട് പതുക്കെയാണ് ഇത് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പോൾ 2 പൈപ്പുകളും തുറന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ഏകദേശം നമ്മൾ നോക്കിയതിൽ ഇനി 1-2 പൈപ്പ് കൂടെ ഉള്ളു. ലേശം ഒന്ന് ഓക്കെ. ഇത് മുകളിൽ മാത്രമേ അടവുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഇത് കയറി പോകുന്നത്. വലിയ രീതിയിൽ അടവില്ല. ഇല്ല. അടവ് വരുമ്പോൾ ചിലതാണെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാൻ പോലും പറ്റില്ല, ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്യുക നല്ല ഭംഗിയായ രീതിയിൽ. എല്ലാ പൈപ്പുകളും സർക്കുലേഷൻ ആണോ എന്ന് നോക്കാൻ വേറൊരു വഴി കൂടെ ഉണ്ട്. നമ്മൾ ഈ റേഡിയേറ്റർ തല തിരിച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കുക. അടുക്കുണ്ടെങ്കിലും അതിൽ പോവും. ഇത് ശ്രദ്ധിക്കാതെ ഇത് കണ്ടോ കൃത്യമായി വെള്ളം ഇതിലൂടെ പമ്പിങ് ചെയ്ത് പോവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുക. ഇപ്പോഴും നമ്മൾ ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇവിടെ അലൂമിനിയം വെൽഡിങ് ഉള്ളതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ നോസിൽ ആവശ്യമുണ്ട്. അപ്പോൾ റേഡിയേറ്ററിൻ്റെയും അതുപോലെ AC യുടെ കണ്ടൻസറിൻ്റെയൊക്കെ അലൂമിനിയം വെൽഡിങ് ഇവിടെ ഉണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള ആ നോസിൽ, അതായത് കഴിഞ്ഞ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസിഡ് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ നോസിൽ എന്താണെന്ന് ചോദിക്കരുത്, അതുകൊണ്ടാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഈ നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിനൊരു പെയിൻറ്റിങ്, ഒരു കോട്ട് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കിടക്കുന്നതല്ലേ. നമ്മൾ ഇതിനകത്ത് ഇതൊന്ന് ഒരു പെയിൻറ്റിങ് കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ തുരുമ്പിക്കും. ഇത് കണ്ടോ ചില ഭാഗങ്ങളിൽ ഈ കാണുന്നുണ്ടോ ഇതുപോലെ പിടിച്ച് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗത്തു നിന്ന് ലീക്ക് വരും. പൈപ്പിൻ്റെ ഭാഗങ്ങളിലും ഒരു ഇതുപോലെ മതി. ജസ്റ്റ് അത് കാണാനും ഒരു പുതിയതുപോലെ ആവും. കണ്ടോ? ഇപ്പോൾ നമ്മളൊരു ഒരു കോട്ടിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സ്പ്രേ. അപ്പോൾ ഇതൊരു പുതിയതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ഈ സാധനം മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യുക. ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ചെറുതായിട്ട് പിടിച്ചാൽ പോലും ഒടിഞ്ഞു പോകുന്ന പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. ഇത് കണ്ടോ, ജസ്റ്റ് കണ്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അപ്പർ ടാങ്ക്. ഇപ്പം ഞാൻ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് വരാത്തതെന്ന് വെച്ചാൽ മെക്കാനിക്കൽ മേഖലയിൽ ഓക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ ഒരു റേഡിയേറ്ററിൻ്റെ റിപ്പയറിങ്ങിലൊക്കെ അലിയൊക്കെ കില്ലാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭാവമൊക്കെ കണ്ടോ, ഇതിൻ്റെ ഉത്ഭാവത്തൊക്കെ ഫുള്ളും വൈറ്റ് അടിച്ചിട്ട് അത് ഇത് കണക്ക് തന്നെ പൊടിഞ്ഞു വരാനുള്ള സാധ്യത. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും ഡാമേജ് ആവില്ലേ? തീർച്ചയായിട്ടും. ഈ ഭാഗങ്ങളിൽ സ്ക്രാച്ച് പോലെ വരും. ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ എഡ്ജുകളിൽ ഇതായതുകൊണ്ടോ ഇവിടെ ഈ ഭാഗങ്ങളിൽ അതുപോലെ വന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചൊള്ളിപ്പോവും, ഇതേപോലെ ഒട്ടും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഇളക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് പിടിച്ചാൽ നടക്കത്തില്ല. അതെ, ഇത് കണ്ടോ, ഇതുപോലെ ഇളക്കിയിട്ട് ഇതുണ്ടോ ചൊള്ളിയിരിക്കുന്നുണ്ടോ. ഇത് വേറെ ഞാൻ ഇളക്കിയിട്ടതാണ്. ഈ ടോപ്പ് പൊട്ടലാണ്. ഇവിടെ ജസ്റ്റ് സെൻറ്ററിൽ പൊട്ടൽ വന്നപ്പോൾ ഇത് മാറ്റിയതാണ് ഈ സാധനം. അടുത്തത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകമാണ് ഈ റബ്ബർ കണ്ടോ. ഇത്
സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇളക്കി കഴിയുമ്പോൾ ഈ സാധനത്തിനൊരു കുഴപ്പമുണ്ട്. ഇത് കണ്ടോ, കറക്റ്റ് നമ്മൾ ആ പൊസിഷനിലേക്ക് ഇടുക. ഇട്ട് കഴിയുമ്പോൾ ഇത് കണ്ടോ വലിപ്പം കാണും. പലരും പേടിക്കുന്ന ഒരു കാര്യമാണ്, ഈ വലുതായാൽ ഇതെങ്ങനെ ഇത് തിരിച്ചു വരും. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിസ്സാരമായിട്ട് നമ്മൾ ആ ഭാഗം ഏത് ഭാഗമാണോ കട്ട് ചെയ്യുക, അതേപോലെ ഈ ഭാഗവും കട്ട് ചെയ്യുക. ഇതിപ്പോൾ എല്ലാവരെയും പഠിപ്പിച്ച് കഴിയുന്നതെന്ന് നിങ്ങളിത് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ടാങ്ക് പൊട്ടിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. നമുക്കത് കറക്റ്റ് ചെയ്ത് എവിടെയാണോ വേണ്ടത് അത് മുറിച്ചിട്ട് കറക്റ്റ് ചെയ്തിടാൻ നോക്കണം. ഒരിച്ചിരി പോലും ഇത് പൊങ്ങിയിരിക്കാൻ പാടില്ല. പൊങ്ങിയാൽ പാക്കിങ്ങിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് ഇത് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. ഈ സാധനം മാത്രമായിട്ട് മേടിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ പഴയത് തന്നെ നമ്മൾ അത് യൂസ് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ ഏതെങ്കിലും പഴയ റേഡിയേറ്ററിൽ നിന്നൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും. ഇപ്പോൾ കറക്റ്റ് ഫിറ്റായി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഴയതുപോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ടാങ്ക് നമ്മളെ ടോപ്പാണ്. ഇതാണ് സാധനം. ഇത് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഡാമേജ് ആയ ടാങ്ക് ഇതാണ്. നമുക്കിപ്പോൾ പുതുതായിട്ട് ഇടാൻ പോകുന്ന ടാങ്ക് ഇത് പുതിയ തന്നെയല്ലേ? അതെ അതെ, പുതിയതാണ്. ഇപ്പം തമ്മിൽ വ്യത്യാസവും കാര്യങ്ങളും ഒരു വ്യത്യാസവും ഇല്ല, പെർഫെക്റ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫിറ്റ് ആവില്ല. നമ്മൾ നോക്കേണ്ടത് ഇത് കണ്ടോ, ചെറിയൊരു പ്രശ്നം വന്നാൽ ഒരു ചെറിയ ഫിറ്റ് ആവില്ല. ഇത് കണ്ടോ, കറക്റ്റ് ഇതായിരിക്കണം. ഇതിനകത്ത് അളവ് കറക്റ്റ് ആയിരിക്കണം. ഒരു ഇഞ്ച് ഇതുപോലും ഒരു ചെറിയ നൂൽക്കട പോലും വ്യത്യാസം വന്നാൽ ഇതിൽ ഫിറ്റ് ആവില്ല. കാര്യം ഇത്രയും ചെയ്തതെല്ലാം വേസ്റ്റ് ആയിരിക്കും. അതെ. അപ്പോൾ എന്തായാലും നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പുതുതായിട്ടുള്ളത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇത് സെയിമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ വെച്ച് ഒന്ന് അളവ് നോക്കുക. കണ്ടോ, ഈ അളവ് വെക്കുമ്പോൾ ഇത് കണ്ടോ ലേശം ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടോ. അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ടൂൾ എടുക്കുക. ആ ടൂൾ ലേശം ഇതൊന്ന് അകത്തി ഒരു സൈഡ് നമ്മൾ ഫിറ്റായി. അതേപോലെ തന്നെ അടുത്ത സൈഡിലേക്ക് പോവുക. അവിടെയും ലേശം അകത്തി കൊടുക്കുക. അതും വലുതായിട്ട് വേണ്ട, നൈസായിട്ട് മതി. നമ്മൾ ഈ രണ്ട് സൈഡും ഒരുപോലെ ഫിറ്റാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ, കണ്ടോ ഈ രണ്ട് സൈഡും ഇതാണ്ട ഫിറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത്, നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇപ്പം ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി യവന അങ്ങ് മാറ്റുക. അതിനുശേഷം എല്ലാവരും പല സൈസ് ബോണ്ടുകൾ ഉപയോഗിക്കും. ചിലവർ ഇതിനകത്ത് എറോൾ ഡേറ്റ് ഇടും. ചില ആൾക്കാർ ഈ എറോൾ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ റേഡിയേറ്റർ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇത് പൊട്ടിപ്പോവുക മാത്രമല്ല, റബ്ബർ ഉണങ്ങിപ്പോവും. അതായത് നമ്മൾ ഇതിനകത്തുള്ള ഈ പാക്കിങ് ഇതുണ്ടോ, ഈ റബ്ബർ ഇത് ഉണങ്ങിപ്പോവും. ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇളക്കി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരക്കി നടക്കണം ഒരു പീസ് അതുപോലത്തെ ഒപ്പിച്ച് വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എറോൾ ഡേറ്റിൻ്റെ പരിപാടി ഇതിൽ ചെയ്യരുത്, അത് ആരായാലും. അപ്പോൾ നമുക്ക് വേണ്ടത് സിലിക്കോണാണ്. സിലിക്കോൺ ഏതായാലും മതി. സിലിക്കോൺ ഞാൻ ഉപയോഗിക്കുന്നത് ക്ലിയറാണ്. ക്ലിയർ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ പുറത്ത് തേക്കുന്നത് വൃത്തികേടില്ലാത്ത രീതിയിൽ അറിയാൻ പറ്റും. അതല്ലാതെ എറോൾ ഡേറ്റ് അതുപോലുള്ള ഇതിനകത്ത് ബോണ്ട് പോലുള്ളത്, അതായത് നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കുന്ന സാധനം വെക്കരുത്. നമുക്ക് നാളെ സമയത്ത് ഇളക്കിയതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ പറ്റത്തില്ല. കറക്റ്റ് ചെയ്ത് കൈ നമുക്ക് കൃത്യമായി ഇതും മാറ്റിയിട്ട് ഇതുണ്ടോ ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക. ടോപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പിടിപ്പിക്കാൻ നോക്കണം. അതല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോയാൽ നമുക്ക് പരിപാടി പാളും. അതുകൊണ്ട് ഉണ്ടോ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ചുറ്റിയിലാണ്. ജസ്റ്റ് ഈ രണ്ട് ഭാഗവും ആദ്യം നമ്മൾ പിടിപ്പിക്കുന്നു.
ഇനി നമ്മൾ ഈ പുള്ളർ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഈ സ്പേസ് കിടക്കുന്നതുണ്ടോ, ഈ സ്പേസ് കിടക്കുന്നത് കൊണ്ട് നമുക്കത് ഫിറ്റായിട്ടിരിക്കാം. ഈ പുള്ളർ ഉപയോഗിക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന സിലിക്കോൺ ഇതിൽ പുറന്തള്ളും. കാരണം ഇത് നന്നായി പ്രസ്സായി കഴിഞ്ഞാൽ ഈ സാധനം പുറത്തേക്ക് പോകും. അകത്തേക്കല്ല പോകുന്നത്, പുറത്തേക്ക്. ഇനിയാണ് നമുക്ക് വേണ്ടത് യവനയാണ്. ഇത് വർഷങ്ങൾ കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതുണ്ടോ ഈ സാധനം, ഇത് മൊത്തം ആ സിലിക്കോൺ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇവനെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇത് പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം കണ്ടോ. പക്ഷേ ഇത് ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഈ ടാങ്ക് പൊട്ടിപ്പോവും. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണ്. കാരണം നമ്മൾ ഒരു വില കൂടിയ റേഡിയേറ്റർ കൊണ്ടുപോയി നമ്മൾ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ഈ ഒരു ഭാഗം മാത്രം മാറാവുന്ന ഒരു സാധനം നമ്മൾ മൊത്തം റേഡിയേറ്റർ മാറേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇളക്കി കളഞ്ഞതിൻ്റെ ഇനി ഇത് പഴയതിൻ്റേതാണ്. ഈ പഴയത് ഇതിനോടൊപ്പം പറ്റത്തില്ല. നമ്മളത് പഴയത് തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ റേഡിയേറ്ററിലേക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സാധനം ഇളക്കി മാറ്റിക്കൊണ്ട്, ഈ ഒരു കീ ഇളക്കി മാറ്റിക്കൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വണ്ടിയുടെ എൻജിനുള്ളിലേക്ക് ചെല്ലാൻ കഴിയും. അതല്ല നമ്മൾ ഇത് ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ ആയിട്ട്, അതായത് സ്ലോ ആയിട്ട് മാത്രമേ ഉള്ളിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് ഇളക്കി മാറ്റിയതിന് ശേഷം, കൈകൊണ്ട് ഇളക്കാവുന്നതുള്ള അധികം നമ്മൾ ടൈറ്റ് ചെയ്യുന്നില്ല, കൈകൊണ്ട് ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് വെള്ളം ഒഴിക്കുക, കൂളൻ്റ് ഒഴിക്കുന്നത് അങ്ങനെ ചെയ്യാവുള്ളൂ. കൂളൻ്റ് ഒഴിക്കുന്നത് ഇത് ഇളക്കി മാറ്റിയിട്ട് വേണം. ഓക്കെ, ഇത് റേഡിയേറ്റർ ഇതാ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇതാ നമ്മൾ ഇറക്കി വെച്ചു. പുറത്തോ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇവിടെ പൊത്തിപ്പിടിക്കാം, ഇവിടെ പൊത്തിപ്പിടിക്കാം. എന്തായി നമ്മളിതിലേക്ക് പ്രഷർ കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കും. നല്ല പ്രഷർ കൊടുത്തു, കണ്ടോ, ലീക്കില്ല. നോക്കിക്കോണം. അപ്പോൾ ഇതാണ് നമ്മളുടെ രീതി. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ റേഡിയേറ്ററിൽ ഇനി ലീക്ക് ഇല്ല. നമ്മൾ ടോപ്പ് മാറി. ഇപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത രീതിയുണ്ട്. അപ്പം ഈ ഒരു രീതിയുടെ ഗുണമെന്ന് വെച്ചാൽ വണ്ടി ചൂടായി പ്രഷർ കയറി കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. എയറിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്ത് നിർത്തി ഏതെങ്കിലും സെല്ലിൽ നിന്ന് ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. ഇതിനൊക്കെ കംപ്രസ്ഡ് എയർ കയറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അതേസമയം നമ്മൾ വെള്ളം പഴയ രീതിയിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കടത്തി വിട്ടിട്ട് കയറ്റി വിട്ടിട്ട് ആ വെള്ളം ലീക്ക് ഉണ്ടെന്നാണ് നോക്കുന്നത്. അത് വണ്ടിയിൽ നോർമലായിട്ട് ഏതെങ്കിലും രീതിയിൽ ലീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഇതിപ്പോഴെന്ന് വെച്ചാൽ ഈ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വണ്ടി ഓടി ചൂടാകുമ്പോൾ, ഇപ്പോൾ ഒരു വണ്ടി നല്ല ഇപ്പോൾ ഒരു 10-60-70 കിലോമീറ്റർ ഓടി ചൂടാകുന്ന കണ്ടീഷനിൽ എത്തരത്തിലായിരിക്കുമോ നമ്മളെ വണ്ടിയുടെ അകത്തുള്ള ടെമ്പറേച്ചറും പ്രഷറും, ടെമ്പറേച്ചറിൻ്റെ കാര്യമാണെങ്കിട്ടെ പ്രഷർ, ആ പ്രഷറിനനുസരിച്ച് എവിടെയെങ്കിലും ലീക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ലീക്കിനെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നോക്കിക്കോണം. ഈ പിന്ന് അതേപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ഇളക്കിയെടുക്കാം. ഇതിൽ വേറെ ഒരു പശയോ എറോൾഡേറ്റോ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അത് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജോലി തീർന്നു. ഇനി നമുക്ക് വേറെ ഒരു സാൻഡ്രോ റേഡിയേറ്റർ വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലീനിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് ഇളക്കി നോക്കാം. നമ്മൾ റേഡിയേറ്റർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി ഇത്തിരി റേഡിയേറ്ററിന് റേറ്റ് വരുന്നൊരു വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിൽ മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോഴാണ് ഇത് കണക്ക് ഇന്നോവയുടെ ഒരു ഡാമേജ് ആയ റേഡിയേറ്റർ നമുക്ക് വരുന്നത്. ഇതിപ്പോൾ ഏകദേശം എത്ര രൂപ ചിലവ് വരും നമുക്ക് ഈ റേഡിയേറ്റർ ഇത് കണക്ക് നന്നാക്കി എടുക്കുന്നതിനായിട്ട്? ഏകദേശം 1800 രൂപയാവും. അതായത് റേഡിയേറ്റർ ക്ലീൻ ചെയ്ത് പെയിന്റിങ് ചെയ്ത് വൃത്തിയാക്കി ഇതുപോലെ ടാങ്ക് മാറി കൊടുക്കുന്നതിന്റെ കോസ്റ്റും എല്ലാം കൂടി ലേബറും എല്ലാം കൂടി ചേർത്ത് 1800. ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ 4300-4400 ഏകദേശം ഈ റേഡിയേറ്റർ ഒരു മീഡിയം ക്വാളിറ്റി സാധനം വരും തീർച്ചയായിട്ടും. അപ്പോഴത്തേക്ക് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 2000 രൂപ മുകളിൽ ലാഭം വരുന്നുണ്ട്. പ്ലസ് ഈ റേഡിയേറ്റർ നമുക്ക് ക്ലീൻ ചെയ്ത് കൂടെ തരുന്നുണ്ട്. ഇപ്പം റേഡിയേറ്ററിന് ഫിസിക്കലായിട്ട് മറ്റ് ഡാമേജുകളൊന്നുമില്ല. ഇത് കണക്ക് ടാങ്ക് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നന്നാക്കി എടുക്കാൻ പറ്റും. അത് കണക്ക് തന്നെ നമ്മൾ ഏതെങ്കിലും സെല്ലുകൾ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നേരത്തെ കണ്ടാണെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനും വെൽഡ് ചെയ്ത്. ഇനിയിപ്പം നമുക്ക് ഇനിയൊരു സാൻഡ്രോയുടെ ഒരു റേഡിയേറ്റർ വന്നിരിക്കുന്നത്. സാധാരണഗതി സാൻഡ്രോയിൽ ചെളി കണക്ക് കയറാറുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കി കണ്ടിട്ട് പോകാം.
ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമുക്കത് ഇപ്പോൾ 2 ടാങ്ക് അഴിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. സത്യത്തിൽ ഒരു ടാങ്ക് ചില ആൾക്കാർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, അത് ശരിയാവില്ല. നമുക്ക് 2 സൈഡും അഴിച്ചാൽ മാത്രമേ വ്യക്തമായി നമുക്ക് ഒരു സെല്ല് ക്ലിയർ ആണോ അല്ലെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ 2 അതായത് മുകളിലത്തെ ടോപ്പും ബോട്ടവും അഴിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും ടോപ്പും ബോട്ടവും അഴിച്ച് തന്നെ അത് ക്ലീൻ ആക്കാൻ നോക്കണം. അല്ലാതെ നമ്മളിപ്പം ടോപ്പ് മാത്രം അഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആവത്തില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ റേഡിയേറ്ററുകളും ഞാൻ ടോപ്പും ബോട്ടവും അഴിക്കാറുണ്ട്. അത് വ്യക്തമായി എനിക്കൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത്. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വ്യക്തമായി പറഞ്ഞിട്ട് വിടും, അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറയാതിരിക്കില്ല. നമ്മൾ ഇത് ഇളക്കിയെടുക്കുക. ആദ്യം തന്നെ ഇത് ഉണങ്ങിയിരിക്കുന്നതാണ്, പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇളക്കുന്നത്. സൂക്ഷിച്ച് ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ടോപ്പ് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇളക്കും. ഇളക്കി തിരികെ ഫിറ്റ് ചെയ്യുന്നിടം വരെ നമ്മൾ അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൊത്തം ഈ റേഡിയേറ്റർ ഫുള്ളായി ബ്ലോക്കായിരിക്കുകയാണ്. ഈ വണ്ടി ഓവർ ഹീറ്റാണ്. ഇത് കണ്ടോ, ഒരു സെല്ല് പോലും ഓപ്പൺ അല്ല. ഇത് കംപ്ലീറ്റ് ഇത് കണ്ടോ, ഇതേപോലെ ആയിരിക്കും. നിങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും റേഡിയേറ്ററുകൾ ഇറക്കി ക്ലീൻ ചെയ്യാൻ നോക്കണം. അതാ നമ്മുടെ ഈ താഴത്തെ ബോട്ടത്തിലിരിക്കുന്നതാണ്. ഇത് കണ്ടോ ചെളി, ഇത് കണ്ടോ ഈ ചെളി ഇതേപോലെ കട്ടിക്കിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ്ടോ, ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇളക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ്ടോ, ഇതാണ് നമ്മുടെ റേഡിയേറ്ററിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റേഡിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. റേഡിയേറ്റർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ നമ്മളെ എഞ്ചിൻ മൊത്തത്തിൽ തകരാറിലാവും. അതുകൊണ്ട് റേഡിയേറ്ററിൻ്റെ കാര്യം നിസ്സാരമായിട്ട് എടുക്കരുത്. ഇതാണ് ഖലീഖ AWKയുടെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും കൂടെയാണ്. ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ കൂടെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും വണ്ടിക്കാരോ അല്ലെങ്കിൽ മെക്കാനിക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇദ്ദേഹത്തിനെ ഒന്ന് സമീപിക്കാം. ഇതൊരു പ്രൊമോഷന് വേണ്ടി പറയല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ വർക്കിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് തന്നെ. ഇപ്പം ഇത്തരത്തിലുള്ള ഡാമേജുകളും കാര്യങ്ങളും വന്നാൽ കയ്യിരിക്കുന്ന കാശ് വാരിക്കോരി കളഞ്ഞ് വേറെ റേഡിയേറ്റർ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. റേഡിയേറ്റർ വാങ്ങേണ്ട സാഹചര്യം വന്നാൽ മാത്രം റേഡിയേറ്റർ വാങ്ങിച്ചാൽ മതി, അല്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.